ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറുത്തതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മുട്ട വറുത്തത് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കഴിക്കാനും മടിയുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു മുട്ടയിൽ ചേർത്ത് നമുക്ക് അറിയാതെ തന്നെ കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ട വറുത്തത് തന്നെയാണിത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുട്ട വറുത്തത് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. ഇനി ഈ 2 മുട്ട ഒന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് തന്നെ സവാളയുടെ അളവും തക്കാളിയുടെ അളവും ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ ഇഷ്ടമില്ലാത്ത ഇൻഗ്രീഡിയൻ്റൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതാ ഇത്ര ഒരു തക്കാളിയുടെ ചെറിയൊരു മുറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ചില കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങയില ചേർത്തൊന്നു പോലും അറിയില്ല കേട്ടോ. പിന്നെ അതാ നമ്മുടെ സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ചെറിയൊരു മുറി തക്കാളി മതിയാകുണ്ടോ, തക്കാളിയുടെ ടേസ്റ്റ് കൂടിപ്പോവാൻ പാടില്ല. ഇതാ തക്കാളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ തക്കാളി ചേർത്താൽ മതിയാകും. ഈ ഒരു മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മുട്ട ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ മക്കൾക്ക് വല്ലാതെ എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പച്ചമുളക് 4 കീറിയിട്ട് ആണ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിതാ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഈ ഒരു വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ആ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതോ കട്ട് ചെയ്യാതെ ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മതിയാകും കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് കൂടി പോവാൻ പാടില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ തൂമ്പ് ഭാഗമാണ് കേട്ടോ. നമ്മൾ മൂത്ത മുരിങ്ങയില എടുക്കരുത്. നന്നായിട്ട് തന്നെ കഴുകി ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് കഴിച്ചാൽ മുരിങ്ങയിലയുടെ ടേസ്റ്റ് അറിയേയില്ല കേട്ടോ. മുരിങ്ങയില ചിലർക്കൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങയില ഇതിൽ ചേർത്തിക്കണമെന്ന് പോലും അറിയില്ല. ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 മുട്ടയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ലാസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഈ മുട്ട കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് അരുവിലാക്കിയിട്ട് തന്നെ നടുവിലായിട്ട് നമ്മുടെ ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. ആദ്യം തന്നെ ഇളക്കി കൊടുക്കരുത്, ഒഴിച്ച ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് പൊടിയായിട്ടാണ് മുട്ട വേണ്ടതെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതാ ഇതിലേക്ക് കാശ്മീരി മുളക് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. എൻ്റെ മുളക് പൊടി കളറില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അതുപോലെ തന്നെ കുരുമുളക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട്. ഇതിൽ മുരിങ്ങയില ഇട്ടെന്ന് തന്നെ അറിയില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്.
ഇതാ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ, അതുപോലെ മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ലേശം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്ക് സ്കൂളിലേക്കും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റ് തന്നെയാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്